നമ്മുടെ ഈ ദൈവവചന പഠനത്തിൻ്റെ 5ാമത്തെ ക്ലാസ്സിൽ നാം എത്തിച്ചേർന്നിരിക്കുന്നു. ഈ മാസത്തെ ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിലേക്കും നാം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുകയും വേണ്ടുന്ന ദൈവകൃപയും നമ്മെ പുലർത്തുകയും ചെയ്തു. എനിക്കും ഇവിടെയുള്ള ദൈവസഭയോട് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയെങ്കിലും ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഈ ഒരു അവസരം നൽകുകയും അതിനുവേണ്ടി എന്നെ ക്ഷണിക്കുകയും ചെയ്ത കോട്ടയത്തുള്ള ദൈവസഭയോട് എനിക്കുള്ള ഹൃദയംഗമമായ നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു 7 കൂട്ടം കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. അതിൻ്റെ 4ാമത്തെ വിഷയത്തിലാണ് നാം തുടക്കം കുറിച്ച് വച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആ വിഷയം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം ഇന്ന് ഇടയാക്കുന്നു എങ്കിൽ അങ്ങനെ മുമ്പോട്ട് പോകുവാൻ കർത്താവ് കൃപ നൽകി നമ്മെ സഹായിക്കുമാറാകട്ടെ. സൗന്ദര്യമുള്ള ദൈവസഭ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ചില ആത്മീക സത്യങ്ങളാണ് പങ്കുവയ്ക്കുവാൻ ഇടയായിട്ട് തീർന്നത്. കുടുംബ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മണവാട്ടിയായിരിക്കുന്ന ദൈവസഭയിൽ നിന്നും മണവാളനായ കാന്തനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രതീക്ഷിക്കുന്ന ഏറ്റവും അതിപ്രധാനപ്പെട്ട സൗന്ദര്യ വർധന വസ്തു എന്ന് വിളിക്കുവാൻ കഴിയുന്ന ഒരു കൂട്ടം ആന്തരികമായിരിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ കുടുംബ ജീവിതവുമായിട്ട് ചേർത്ത് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നുവല്ലോ. ഒന്ന്, ഭർത്താവോ ഭാര്യയെ സ്നേഹിക്കേണ്ടതാകുന്നു എന്നുള്ള ആ പ്രമാണത്തിൽ നിന്നുകൊണ്ട് ഒന്നാമത്തെ സൗന്ദര്യത്തിന് അടിസ്ഥാനമായ വിഷയം അത് സ്നേഹമാണ് എന്നുള്ളത് നാം കാണുകയുണ്ടായി. 2ാമത്തെ വിഷയം നാം കണ്ടത് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നുള്ള കൊരിന്ത്യർ ലേഖനത്തിലെ ആശയത്തിൽ നിന്നുകൊണ്ട് ഒരു വിശുദ്ധിയുടെ നിർമ്മലതയുടെ ഒരു ജീവിതം ദൈവ മക്കൾക്ക് ദൈവസഭയ്ക്ക് ഉണ്ടാകണം എന്നുള്ള ആ ആന്തരിക വിഷയം നാം കാണുകയുണ്ടായി. 3ാമത് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് ഇരുവരും ഒരു ദേഹമായിട്ട് തീരും എന്നുള്ള പദമായിരുന്നു. അവിടെ നിന്നും നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞത് ആക്ഷരികമായി ഭാര്യ ഭർത്താക്കന്മാർ 2 വ്യക്തിത്വങ്ങളായിട്ടിരിക്കുമ്പോൾ തന്നെ ആത്മീകമായും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും അവരെ 2 അല്ല 1 ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് യൂണിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്, ഐക്യതയെ സൂചിപ്പിക്കുന്നതാണ്. ആ വിഷയമായിരുന്നു നാം കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് ചിന്തിക്കുകയും 4ാമത്തെ വിഷയമായിരിക്കുന്ന ആശയത്തിലേക്ക് 1 കൊരിന്ത്യർ 7:3 നാം പ്രവേശിക്കുകയും ചെയ്തു. അവിടെ നിന്നുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ധന്യനായ പൗലോസ് പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയായിരുന്നു: ഭാര്യയോ ഭർത്താവും ഭാര്യയും ഇവർ തമ്മിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക, അവർ തമ്മിൽ കടംപെട്ടിരിക്കുന്നത് ചെയ്യട്ടെ എന്നുള്ള ഒരു ആശയമാണ് പൗലോസ് പറയുവാനിടയായിട്ട് തീർന്നത്. ഞാനതിൻ്റെ ആരംഭം കുറിച്ചാണല്ലോ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ആ വിഷയത്തിലേക്ക് നാം വരുമ്പോൾ 2 പേർക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ കുടുംബജീവിതത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇരുവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ആ ഉത്തരവാദിത്തങ്ങൾ ഒരു പക്ഷേങ്കിൽ ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നതുണ്ട്. എന്നാൽ ചില ഉത്തരവാദിത്തങ്ങൾ ഭാര്യയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്, ചിലത് ഭർത്താവിന് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ അങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടാൽ അതിൻ്റേതായിരിക്കുന്ന അസ്വസ്ഥതകളും താളപ്പിഴകളും കുടുംബങ്ങളിൽ സംഭവിക്കും എന്നുള്ളതിന് സംശയമില്ല. നാം അതിൻ്റെയൊക്കെയും അനുഭവ വക്താക്കളാണല്ലോ. അങ്ങനെയാണ് എന്ന് വരികിൽ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ ഭാര്യയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വവും ഭർത്താവിന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വവും എത്രത്തോളം വിലയേറിയതാകുന്നുവോ, എത്രത്തോളം പ്രാധാന്യമുള്ളതായിട്ട് തീരുന്നുവോ, അതുപോലെയാണ് ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള ദൈവിക ശുശ്രൂഷകളുടെ ചിന്തകളും. ഞാൻ ഈ ഭാഗം പങ്കുവയ്ക്കുമ്പോൾ വ്യത്യസ്ത തലങ്ങളിലൂടെ ഈ വിഷയത്തെ ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട്. എങ്കിലും സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ വിഷയം നാം ചിന്തിക്കുമ്പോൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവം ആക്കി വച്ചിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് നാം പിന്നാലെ ചിന്തിക്കാം. എന്നാൽ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് നാം പരിശോധിക്കുമ്പോൾ
പെട്ടെന്ന് പങ്കുവച്ചാൽ, ദൈവത്തിൻ്റെ സഭയിലുള്ളതിൽ ആടുകളുമുണ്ട്, ഇടയനുമുണ്ട്. ഈ രണ്ട് ബന്ധം ആദ്യമൊന്നെടുത്താൽ, ആടുകൾ എന്ന് പറയുന്നത് വിശ്വാസികളും ആ ദൈവസഭയെ പരിപാലിക്കുവാൻ ദൈവമാക്കി വെച്ചിരിക്കുന്ന എൽഡേഴ്സിനെ, ടീച്ചേഴ്സ് എന്നോ ഉപദേഷ്ടാക്കന്മാരെന്നോ ഒക്കെ നാം വിളിക്കുന്ന, മൂപ്പന്മാരെന്നൊക്കെ വിളിക്കുന്ന ഒരു കൂട്ടം ഇടയന്മാരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതൊരു ദൈവിക പരിപാലനത്തിനു വേണ്ടി ദൈവമാക്കി വെച്ചിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു ദൈവസഭയ്ക്കകത്ത് ഈ രണ്ട് കൂട്ടരുണ്ട്. ഇത് നാം ഒരു വശത്ത് മനസ്സിലാക്കിയിരിക്കട്ടെ. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. നാം വളരെ വായിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗമാണല്ലോ 84-ാം സങ്കീർത്തനം. 84-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ കോരഹപുത്രന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്. അവർ പറയുകയാണ്, കോരഹപുത്രന്മാരുടെ സങ്കീർത്തനത്തിൽ 10-ാം വാക്യത്തിൽ പറയുകയാണ്, നിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. എന്തുകൊണ്ടാണ് ഇവർ ഈ വാതിൽ കാവൽക്കാരായിട്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നത്? നമുക്ക് ഡിവോഷണലി ഒരു പക്ഷേ പല കാര്യങ്ങളും അതിനോടുള്ള ബന്ധത്തിൽ പറയാൻ കഴിയും. അപ്പൻ്റെ മരണം കണ്ടു, അവർ മരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവരിവിടെ നിന്നോളാം എന്ന് പറയുന്നത്. ഇനിയുള്ള കാലം ഞങ്ങൾ അവിടെ തന്നെ നിൽക്കാം എന്നൊരു ചിന്ത ഡിവോഷണലി ചിന്തിക്കുന്നത് തെറ്റില്ല, അതൊരു ഭാഗമുണ്ട്. എന്നാൽ അതിൻ്റെ പിന്നിൽ മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഞാനത് പറയാൻ വേണ്ടിയാണ്. ദൈവം ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ മാത്രം വേണം അവർ നിറവേറ്റുവാൻ. ദൈവസഭയോടുള്ള ബന്ധത്തിൽ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാനിപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും എന്തും ചെയ്യുവാൻ കഴിയും എന്ന ഒരു ചിന്ത സ്വയം മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരികയും ആ ചിന്തയ്ക്കനുസരിച്ച് ആളുകൾ അതൊക്കെയും പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ദൈവസഭകളിൽ കാണുന്നുണ്ട്. ഞാനൊരു വാക്ക് പറഞ്ഞ് മുന്നോട്ട് പോകാം. എല്ലാവർക്കും എല്ലാം ചെയ്യുവാൻ കഴിയുകയില്ല. ചെയ്യാൻ പറ്റും, അവൻ്റെ ബുദ്ധി കൊണ്ടോ അവർക്കുള്ള നിലവാരങ്ങൾ കൊണ്ടോ അവർക്കുള്ള സ്വാധീന ശക്തി കൊണ്ടോ ഒക്കെ ഒരു പക്ഷേങ്കിൽ അവർക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ദൈവം ചില ആളുകളെ അതിനുവേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. ചില ആളുകളെ ദൈവം ഉത്തരവാദിത്തങ്ങൾ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അവർ വേണം ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനായിട്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചല്ലോ, എൻ്റെ ഭവനത്തെ നിയന്ത്രിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം എൻ്റെ ഭാര്യയിൽ ഏൽപ്പിച്ചിട്ടില്ല, അതെന്നെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പുരുഷനെ ഭർത്താവ് എന്ന് വിളിക്കുന്നത്, ഭരിക്കുന്നവൻ എന്ന് വിളിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയാം, ആ സ്ഥാനം വേറൊരാൾ വന്നിട്ട് എനിക്ക് അല്പം കൂടി ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞ് എൻ്റെ ഭവനത്തിൽ വന്നാൽ എൻ്റെ ഭവനാന്തരീക്ഷം കലുഷിതമായിട്ട് മാറുകയുള്ളൂ. ചുരുക്കത്തിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഞാൻ ചെയ്യണം. അത് മറ്റൊരാൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന അസ്വസ്ഥത അവിടെ ഉണ്ടാകുവാൻ ഇടയായിത്തീരും എന്നുള്ളതുപോലെ ദൈവസഭയോടുള്ള ബന്ധത്തിലും ആത്മീക ശുശ്രൂഷകളോടുള്ള ബന്ധത്തിലും ദൈവം ചിലരെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. എങ്കിലും നിങ്ങൾ നോക്കുക, കോരഹപുത്രന്മാർ പറയുകയാണ്, ഞങ്ങൾക്കേറെ ഇഷ്ടം വാതിൽ കാവൽക്കാരായിട്ട് ഇരിക്കുന്നതാണ്. പിന്നെ അവർ താഴേക്ക് വരുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കുന്ന ഒരു ദിവസം 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇവർ ഇത്രത്തോളം ഈ പ്രാകാരത്തെയൊക്കെ കൊതിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഈ വാതിൽ കാവൽക്കാരായിട്ട് നിന്നോളാം എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ പിന്നിൽ സംഭവിച്ച ഒരു ചരിത്ര പശ്ചാത്തലമാണ്. ആ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ കോരഹിയ കുടുംബത്തിന് കൊടുത്തിരുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം പല നിലകളിൽ അത് കാണുന്നെങ്കിലും പ്രധാനമായി കൊടുത്തിരുന്ന ഉത്തരവാദിത്വം വാതിൽ കാവൽക്കാരായിട്ട് നിൽക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ്. കോരഹിയ കുടുംബത്തെയാണ് അതിന് വാതിൽ കാവൽക്കാരായിട്ട് നിയമിച്ചിരുന്നത്. നിങ്ങൾ നോക്കുക, 16 നമ്പേഴ്സ് സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അവരെ സംബന്ധിച്ചുള്ളൊരു ചരിത്രം കാണാൻ കഴിയുന്നത്. പരിചയമുള്ള ഭാഗമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുൻപോട്ട് വരാം. 16-ാം അധ്യായത്തിൽ അവർ വന്നിട്ട് ഈ കോരഹിൻ്റെ നേതൃത്വത്തിൽ ചില ആളുകളെ കൂട്ടിവരുത്തി നാം അവിടെ വായിക്കുന്നുണ്ടല്ലോ. നാഥാനും അബീരാമും പോലുള്ള ആളുകളെയെല്ലാം കോരഹ് കൂട്ടിച്ചേർത്തുകൊണ്ട് മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് സംസാരിക്കാം. അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ മോശ പറയുന്ന ഒരു വാക്ക്, 8 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് ശ്രദ്ധിക്കുവാനായിട്ട് വായിച്ചു തരികയാണ്. പിന്നെ മോശ കോരഹിനോട് പറഞ്ഞത്, ലേവി പുത്രന്മാരെ കേൾപ്പിൻ, യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുമ്പാകെ നിൽപ്പാനും ഇസ്രയേലിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രയേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ? അടുത്ത വാക്ക്,
അവൻ നിന്നെയും ലേവി പുത്രന്മാരായ നിന്റെ സകല സഹോദരന്മാരെയും തന്നോട് അടുക്കുമാറാക്കിയല്ലോ, നിങ്ങൾ പൗരോഹിത്യം കൂടെ കാക്ഷിക്കുന്നുവോ എന്ന് ചോദിക്കുക. ഇവിടെ ഒരു ചെറിയ പ്രശ്നം നമുക്ക് കാണുവാൻ കഴിയുന്നത്, കോരഹിന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. അതവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കുമായിട്ടൊക്കെയാണ് ആ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അത് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ഇവർ ചെയ്യുവാനായിട്ട് താല്പര്യമില്ല. എന്നിട്ട് അവർ പറയുന്ന വാക്ക് പിന്നെയും നാം താഴേക്ക് അതിൻ്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, മതി സഭയൊട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധന്മാരാകുന്നു, യഹോവ അവരുടെ മധ്യയുണ്ട്, പിന്നെ ഞങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറയുന്ന വാക്കുകളുണ്ട്. താഴേക്ക് വരുമ്പോൾ പിന്നെയും അവർ അത് തന്നെ ആഗ്രഹിക്കുകയും അഹരോനും മോശയ്ക്കും എതിരായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുക. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അവർക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്. എന്താ ഇവരുടെ ആഗ്രഹം? ഇവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന തലമുറയായി കൊടുത്തിരിക്കുന്ന ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അപ്പോൾ മോശ വേദനയോടെ പറയാം, നിങ്ങൾക്ക് അതൊക്കെ തന്നിട്ടില്ലയോ? അത് നിങ്ങൾ ചെയ്താൽ പോരെയോ? അതുമാത്രം ചെയ്യേണ്ടേ നിങ്ങൾ പിന്നെന്തിനാണ് പൗരോഹിത്യം കൂടെ കാക്ഷിക്കുന്നത്? അഹരോന്യ പശ്ചാത്തലത്തിൽ മാത്രം കൊടുത്തിരിക്കുന്ന, അഹരോനും കുടുംബത്തിനും കൊടുത്തിരിക്കുന്ന ആ പൗരോഹിത്യം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ശഠിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ അതിനൊരു ഉപദേശം കൊണ്ടുവന്നു, സഭയൊട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു. നമുക്കറിയാം, നാമും എന്ത് വാക്ക് പറയുമ്പോഴും അതിന് നമുക്കൊരു ബൈബിൾ വാക്യമുണ്ടല്ലോ കാണിക്കുവാൻ. എന്നിട്ട് നാമും ആ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുക, ഇദ്ദേഹം പറഞ്ഞതും നല്ലൊരു ഉപദേശമല്ലയോ, എല്ലാവരും വിശുദ്ധന്മാരാ, യാതൊരു സംശയവുമില്ല, സഭയൊട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധന്മാരാ, പിന്നെന്തിനാണ് തന്നെ ഉയർത്തുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്കും വേണം പൗരോഹിത്യം. ഇതാണ് അവരുടെ ഹൃദയത്തിലുണ്ടായ ആശയമെന്ന് പറയുന്നത്. ഇനി അതിനേക്കാൾ ശ്രദ്ധേയം, ഈ വിഷയം അങ്ങ് മൂർച്ഛിച്ചു വന്നതിന് ശേഷം 19-ാം വാക്യത്തിലേക്ക് വന്ന് ഞാൻ വളരെ ചിന്തിക്കുന്ന ഒരു ഭാഗമാണ് 19-ാം വാക്യം. അവിടെ നാം വായിക്കുന്നത്, കോരഹ് അവർക്ക് വിരോധമായി സർവ്വസഭയെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൂട്ടിവരുത്തി. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഏകദേശം 250-ലധികം ആളുകൾ ഒരുമിച്ച് ഒരു പക്ഷത്ത് നിന്ന് കൂടി. നമുക്കതിനെ പുതിയ നിയമ ആശയത്തിലേക്ക് ഒന്ന് കൊണ്ടുവരണം. ഇവരെവിടാ കൂടിയത് എന്തിനു കൂടി? പൗരോഹിത്യം വേണമെന്ന് പറഞ്ഞ് ഇൻക്ലാബ് വിളിച്ചുകൊണ്ട് ഇവർ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ കൂടി വന്നു. സമാഗമന കൂടാരത്തിന് മുമ്പിൽ കൂടി വന്നു നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പൗരോഹിത്യം വേണം. പ്രിയപ്പെട്ടവരെ, എത്രയോ ശോചനീയമായ ഒരവസ്ഥ. ഞാനിത് പറയുമ്പോൾ ഓടിയൊന്ന് വരട്ടെ ഈ കാലഘട്ടങ്ങളിലേക്ക്. നമുക്കിടയിൽ പ്രശ്നങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ മൂർച്ഛിച്ച് വരുമ്പോൾ ഇത് മുഴുവൻ സംഭവിക്കുന്നത് എവിടെ വെച്ചാണ്? ഇതെല്ലാം ദൈവസഭയിൽ വെച്ച് സംഭവിച്ചു കൊണ്ടിരിക്കുക, ദൈവാലയത്തിൽ വെച്ച് സംഭവിക്കുക. ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവിൻ്റെ ശരീരത്തെയും ആ ഒഴുക്കപ്പെട്ട രക്തത്തെയും ഓർപ്പിക്കുന്ന അപ്പവും പാനപാത്രത്തിനും പങ്കാളികളാകുന്ന ദൈവസഭ, വിശുദ്ധന്മാർ ഒരുമിച്ച് സംഗമിക്കുന്ന ഇടങ്ങൾ പലപ്പോഴും പല ഭിന്നതകൾക്കും പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് തീരുന്നു. അങ്ങനെ ഒരു ഇടമായിട്ടത് ഭവിച്ചുകൊണ്ടിരിക്കുകയല്ലയോ? എത്രയോ യാഥാർത്ഥ്യമാണ് ഇവിടെ സംഭവിച്ചത്. സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ കൂട്ടിവരുത്തി. അങ്ങനെ കൂട്ടിവരുത്തിയപ്പോൾ അവിടെ വെച്ച് ദൈവത്തിൻ്റെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി എന്നാണ് നാം വായിക്കുന്നത്. പിന്നീട് താഴേക്ക് വരുമ്പോൾ 31-ാം വാക്യത്തിൽ ഭൂമി വായ് പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു. ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്, സമാഗമന കൂടാരം ദൈവത്തോട് അടുക്കുന്ന ഒരു സ്ഥലമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുന്ന, ദൈവിക ഹൃദ്യത അനുഭവിക്കുന്ന ഒരിടമാണ്. ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം ലഭിക്കുന്ന ഇടമാണ് സമാഗമന കൂടാരമെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ദൈവസഭയ്ക്കെതിരായിട്ട്, ആ ജനത്തിനെതിരായിട്ട്, മോശയ്ക്കും അഹരോനും എതിരായിട്ട്, ദൈവിക പദ്ധതികൾക്കെതിരായിട്ട് അവിടെ പോരാടിയപ്പോൾ അവർക്കതൊരു വലിയ ന്യായവിധിയുടെ സ്ഥലമായിട്ട് തീർന്നു. ഒരു കൂടെ ഞാൻ സൂചിപ്പിക്കാം, നമ്മുടെ ഭവനത്തിൽ നിന്ന് ഞാനും നിങ്ങളും ഒരു വാക്ക് പറഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ അതിന് പ്രശ്നമുണ്ടാകുകയില്ല. എന്നാൽ ദൈവമക്കളെ, ദൈവം വിശുദ്ധമെന്ന് കണ്ടിരിക്കുന്ന ദൈവസഭ, ആ സഭ ഒരുമിച്ച് കൂടുന്ന ഇടത്ത് അവിടെ ഒരു പ്രശ്നസങ്കീർണമായ അവസ്ഥ ഞാൻ വരുത്തി വെച്ചാൽ, നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന പോലെ ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. അവിടുന്ന് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നാം നിൽക്കുന്ന മണ്ണിനെ ഇരുവശങ്ങളിലേക്ക് മാറ്റി വായ് പിളർന്ന് ഭൂമി
നമ്മയും വിഴുങ്ങിക്കളയുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഭയാനകമായ താക്കീതാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഞാൻ മടങ്ങി വരട്ടെ. അങ്ങനെ കോരഹിനെയും കുടുംബത്തെയും ആ കൂട്ടത്തെയും ആ സംഘടിതമായിരിക്കുന്ന ആളുകളെയും ഒരു വലിയ ന്യായവിധിയിലൂടെ കടത്തിവിട്ട് ദൈവത്തിൻ്റെ മഹത്വം അവിടെ പ്രത്യക്ഷമാകുവാൻ ഇടയായിട്ട് തീർന്നു. പിന്നീട് അധ്യായത്തിൽ വായിക്കുന്നു, എന്നാൽ കോരഹൻ്റെ മക്കൾ മരിച്ചില്ല എന്ന് വായിക്കുന്നു. അവർ 84-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്തോളാം. ഇതാണ് ആക്ച്വലി അതിൻ്റെ കോണ്ടക്സ്റ്റായിട്ട്, അതിൻ്റെ ഹിസ്റ്ററി ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇവരിപ്പോൾ പറയുക എന്താ പറയുന്നത്, ഞങ്ങൾക്കേറെ ഇഷ്ടം ഇതിൻ്റെ വാതിൽ കാവൽക്കാരായിരിക്കുന്നു. അയ്യോ, ഇനി ഞങ്ങൾക്ക് പൗരോഹിത്യം വേണ്ട. എൻ്റെ അപ്പൻ ആഗ്രഹിച്ചിരുന്നത് പൗരോഹിത്യമായിരുന്നെങ്കിൽ എനിക്കിനി പൗരോഹിത്യം വേണ്ട. ഞാൻ പൗരോഹിത്യം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് അതിൻ്റെ അകത്തെ ശുശ്രൂഷ വേണ്ട. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ദൈവത്തിൻ്റെ ജനമേ, ഞാൻ ഇങ്ങനെ പറയട്ടെ, കോരഹിൻ്റെ മക്കൾ വളരെ കൃത്യതയോടെ പറയുക, ഞങ്ങളിനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്തുകൊണ്ട് ജീവിച്ചു കൊള്ളാം. അപ്പോൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ തെറ്റുവരുത്താൻ പാടില്ല. ഏൽപ്പിക്കാത്ത ഉത്തരവാദിത്വം ചെയ്യാനും പാടില്ല. ഇതൊരു അടിസ്ഥാനപരമായ പ്രമാണമായിട്ട് ദൈവസഭകൾ കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാമല്ലോ, വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ചയും സാമ്പത്തികമായ ഭദ്രതയും സ്വാധീനതയും പാരമ്പര്യ മഹത്വവും ഇതൊക്കെ പൊതുവിൽ സംഭവിക്കുമ്പോൾ ശുശ്രൂഷകൾ വിഭാഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത്. എല്ലാ ശുശ്രൂഷകളുടെയും മാനദണ്ഡം പലപ്പോഴും ഇതൊക്കെയായി തീരാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്കേവർക്കും അറിയാം. ഞാനിത് പറയുമ്പോൾ വ്യക്തമായ നിലയിൽ നാം മനസ്സിലാക്കുന്ന ചില ആത്മീക സത്യങ്ങളാണല്ലോ ഇതൊക്കെയും. ആത്മീകമല്ല എന്ന് വരികിലും അതൊക്കെ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. പലപ്പോഴും ഈ ശുശ്രൂഷകളും അതുപോലെ തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളും ദൈവം പ്രത്യേകം കൃപാവരം കൊടുത്ത് ആക്കി വച്ചിരിക്കുന്ന ആളുകളും ഇരിക്കേണ്ട ഇടത്ത് ഇരുന്ന് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ആ ശുശ്രൂഷ ചെയ്യേണ്ട ആളുകൾക്ക് പകരം സ്വാധീനതയുടെ ശക്തി കൊണ്ടും പണത്തിൻ്റെ പിൻബലം കൊണ്ടും പാരമ്പര്യത്തിൻ്റെ മഹത്വം കൊണ്ടും ആളുകൾ നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ പറയട്ടെ, അതൊരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുക. ദൈവം ഏൽപ്പിച്ചിട്ടില്ലാത്തത് ഒരിക്കൽ പോലും ചെയ്യുവാൻ പാടില്ല. അതുകൊണ്ട് ഞാനായിക്കൊള്ളട്ടെ, നിങ്ങളായിക്കൊള്ളട്ടെ, ആരുമാകട്ടെ, ഒരു ശുശ്രൂഷ ചെയ്യുവാൻ മുതിരുമ്പോൾ ഇത് ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ, എനിക്കിത് ചെയ്യുവാനുള്ള പ്രാഗൽഭ്യമുണ്ടോ എന്നുള്ള ഒരു പരിശോധന ആദ്യം നടത്തിയിട്ട് വേണം ആ ശുശ്രൂഷകളിലേക്ക് ഞാൻ എന്തെങ്കിലും പ്രവേശിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ കോരഹപുത്രന്മാർ പറയുക, ഇനി മുതൽ ഞങ്ങൾ ഒറ്റ കാര്യം ചെയ്യും, പൗരോഹിത്യം ഞങ്ങൾക്ക് വേണ്ട. എൻ്റെ പിതാവ് ആഗ്രഹിച്ച പൗരോഹിത്യമോ ആ കുടുംബം ആഗ്രഹിച്ച പൗരോഹിത്യമോ ഇത് ഞങ്ങൾക്കിനി വേണ്ട. ഞങ്ങളെ ഏൽപ്പിച്ച കർത്തവ്യം മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചു കൊള്ളാം. അതുകൊണ്ടാണ് അവർ പറയുന്നത് വാതിൽ കാവൽക്കാരായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. ഞാനിത് പറയുമ്പോൾ ഇനി സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിൽ പറഞ്ഞു വരുന്ന ഒരു കൂട്ടം ആശയങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകട്ടെ. പുറപ്പാട് പുസ്തകം 35-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, എല്ലാം എടുത്ത് വായിച്ച് കേൾപ്പിക്കുവാൻ സമയമില്ലല്ലോ. 35-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ദൈവം ഒരു പദ്ധതി ഇട്ടപ്പോൾ മോശെ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഒരു കൂട്ടം ആളുകളെ സെലക്ട് ചെയ്യുക. പ്രത്യേകിച്ച് പേര് പറയുന്നില്ലെങ്കിലും പേര് പറയുന്നവരുമുണ്ട്. ഞാനൊന്ന് പറഞ്ഞു പോകാം. 5-ാമത്തെ വാക്യം, 35-ാം അധ്യായം 5-ാം വാക്യം. അവിടെ നാം വായിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാടെടുപ്പിൻ, നല്ല മനസ്സുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരണം. അപ്പോൾ യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരേണ്ടതിൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്, നല്ല മനസ്സുണ്ടായിരിക്കണം. എല്ലാവരുടെയും വേണ്ട, ദൈവം പറഞ്ഞ ആശയമാണ്, എല്ലാവരുടെയും വഴിപാട് എനിക്ക് വേണ്ട. വഴിപാട് കൊണ്ടുവരുന്നത് ആരായിരിക്കണം? നല്ല മനസ്സുള്ളവർ കൊണ്ടുവരട്ടെ, നിർബന്ധിച്ചിട്ട് ആരും കൊണ്ടുവരണ്ട, നല്ല മനസ്സുള്ളവർ കൊണ്ടുവരണം. ഇനി 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നിങ്ങളിൽ ജ്ഞാനികളായ എല്ലാവരും വന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും ഉണ്ടാക്കണം. അപ്പോൾ നിർമ്മിക്കാനായിട്ട് പറയുക. വഴിപാട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നല്ല മനസ്സ് പറഞ്ഞു. ഇനി ഇത് നിർമ്മിക്കാൻ പറഞ്ഞപ്പോൾ പറയാണ്, നിങ്ങളിൽ ജ്ഞാനികളായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എല്ലാവരും ജ്ഞാനികളല്ല. ഇനി ജ്ഞാനികളായിരിക്കുന്ന ആളുകളുണ്ടോ, അവർ വരട്ടെ, അവർ വന്ന് ഇത് ചെയ്യട്ടെ. അവർ വന്ന് ഇത് ചെയ്യുമ്പോൾ ഒരു പക്ഷേങ്കിൽ നല്ല മനസ്സുള്ളവർ അവിടെ കാണണമെന്നില്ല എന്ന് പറഞ്ഞാൽ, വഴിപാട് കൊണ്ടുവന്ന നല്ല മനസ്സുള്ളവർക്ക് ഒരു പക്ഷേ ജ്ഞാനം കാണണമെന്നില്ല ഇവിടെ ഉദ്ദേശിക്കുന്ന ജ്ഞാനം. പ്രിയപ്പെട്ടവരെ, എത്ര വ്യത്യസ്തമായിട്ട് ദൈവം ഓരോന്നിനും ഓരോരുത്തരെ തിരഞ്ഞെടുത്തത്. 21-ാം വാക്യത്തിലേക്ക് വരാം. ഞാൻ വളരെ പെട്ടെന്ന് പോകുന്നത് ഇതൊന്ന് തീർക്കുവാൻ വേണ്ടിയാണ്. 21-ാമത്തെ വാക്യം അവിടെ നാം വായിക്കുന്നത്, ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവൻ എല്ലാം
സമാഗമന കൂടാരത്തിൻ്റെ പ്രവൃത്തിക്കും അതിൻ്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. ഇവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഹൃദയത്തിൽ ഉത്സാഹവും താല്പര്യവുമുണ്ടായ ആളുകൾ. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടമുണ്ട്. അവരെന്ത് ചെയ്തു? അവർ വിശുദ്ധ വസ്ത്രങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ, അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വന്നു. ഇനി 22-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. പുരുഷന്മാരും സ്ത്രീകളുമായി ഔദാര്യ മനസ്സുള്ളവർ എല്ലാവരും കൊണ്ടുവന്നു. ഇനി അവിടെ നോക്കുക, അവിടെ ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെങ്ങനെയുള്ളവരാ? അവർ ഔദാര്യ മനസ്സുള്ളവരാ. ആർക്കൊക്കെ ഔദാര്യ മനസ്സുള്ളവരെന്ന് പറഞ്ഞ് കൈപൊക്കാരൊന്നും പറഞ്ഞില്ല, മറിച്ച് ഔദാര്യ മനസ്സുള്ളവർ വരിക എന്ന് പറഞ്ഞപ്പോൾ ഔദാര്യ മനസ്സുള്ളവർ വന്നു. അവർ വന്നിട്ട് കൊടുത്ത എന്തൊക്കെയാ? യഹോവയ്ക്ക് പൊൻവഴിപാട് കൊടുപ്പാൻ നിശ്ചയിച്ചവരൊക്കെയും വള, കുണുക്ക്, മോതിരം, മാല മുതലായ സകലവിധ പൊന്നാഭരണങ്ങളും കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ സാധനങ്ങളെല്ലാം പൊന്നാ, ഏറ്റവും മേത്തരമായതാ, വിലയേറിയതാ കൊടുത്തിരിക്കുന്നത്. അത് കൊടുക്കണമെങ്കിൽ എന്തു വേണം? ഒരു ഔദാര്യ മനസ്സുണ്ടാകണം. ചെറിയ മനസ്സൊന്നും പോരാ. അയ്യോ ഇത് കൊടുത്താൽ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന ചിന്തയുള്ളവർക്കൊന്നും അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവം പറയുകയാണ്, ഔദാര്യ മനസ്സുള്ളവർ കൊണ്ടുപോകാം. ഔദാര്യ മനസ്സ്, കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഔദാര്യ മനസ്സുള്ളവർ കൊണ്ടുവരണം. എന്ത്? പൊന്ന് കൊണ്ടുവരണം. ഇനി 25-ാമത്തെ വാക്യം വരാം. സഹോദരിമാർ സഭയോടുള്ള ബന്ധത്തിൽ ദുഃഖിക്കാറുണ്ട്. സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ ദൈവ ശുശ്രൂഷ കൊടുത്തപ്പോൾ അവിടെയും കൊടുത്തു. എന്താ കൊടുത്തത്? സാമർത്ഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൊണ്ട് നൂറ്റ നീലനൂലും ധൂമ്രനൂലും ചുവപ്പ് നൂലും പഞ്ഞിനൂലും കൊണ്ടുവന്നു. അപ്പോൾ സാമർത്ഥ്യമുള്ള സ്ത്രീകൾ അവരെന്താ ചെയ്തത്? അവരവിടെ ഇരുന്ന് ഈ നൂല് നൂൽക്കുകയായിരുന്നു. വ്യത്യസ്തമായിരിക്കുന്ന വസ്തുക്കൾ കൊണ്ട് അവർക്കുണ്ടാക്കിയ സ്ഥലങ്ങൾ വായിക്കുന്നുണ്ട്. നാം വായിക്കുന്നു, അവിടെ സാമർത്ഥ്യമുള്ള സ്ത്രീകൾ നീലനൂലും ധൂമ്രനൂലും ചുവപ്പ് നൂലും പഞ്ഞിനൂലും, ഇതിനാവശ്യമായിരിക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നൂലുകൊണ്ട് നൂറ്റുകൊണ്ടുവന്ന ആളുകൾ. ഇത് നിസ്സാരമായൊരു കാര്യമല്ല. വളരെ കഠിനാധ്വാനത്തോടെ, കൃത്യതയോടെ, വളരെ ത്യാഗത്തോടെ ഇരുന്ന് ചെയ്ത പ്രവൃത്തിയാണ് സഹോദരിമാർ ചെയ്തത്. എന്തിനു വേണ്ടിയാ? ഈ സമാഗമന കൂടാരത്തിനു വേണ്ടി, ഈ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി അവർ ചെയ്തു. അതൊരു പക്ഷെങ്കിൽ ആർക്കും കാണാൻ കഴിയാത്ത കഷ്ടപ്പാടിൻ്റെ ഒരു വേദനയായിരുന്നു. അത് പുറകിലുള്ളതായിരുന്നു. ഏറ്റവും ഉള്ളറയിൽ കിടന്നവർ ചെയ്തൊരു ജോലിയായിരുന്നു. പ്രത്യക്ഷത്തിൽ വരുമ്പോൾ പോലും അത് പ്രത്യക്ഷമായിട്ട് കാണുവാൻ അധികമില്ലാത്ത ഒരു ജോലിയായിരുന്നെങ്കിലും അവർ വളരെ കൃത്യതയോടെ അത് ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നു. ഇനി 26-ാം വാക്യത്തിലേക്ക് വരിക. അവിടെ നാം വായിക്കുന്നത്, സാമർത്ഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ട് രോമം നൂറ്റു എന്ന് നാം വായിക്കുന്നു. സാമർത്ഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയത് എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയത്തില്ല. സാമർത്ഥ്യമുള്ള സ്ത്രീകളെ നമ്മൾ മുകളിൽ കണ്ടു. എന്നാൽ ഇവിടെ സാമർത്ഥ്യവുമുണ്ട്. സാമർത്ഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ ആളുകൾ, ഞങ്ങളത് ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇനി 29-ാം വാക്യത്തിലേക്ക് വരട്ടെ. മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ച സകല പ്രവർത്തികൾക്കുമായി കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളിൽ ഔദാര്യമുള്ള സകല പുരുഷന്മാരും സ്ത്രീകളും യഹോവയ്ക്ക് സ്വമേധാദാനം കൊണ്ടുവന്നു. ഇവിടെ ഇതാ ഒടുവിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അവരെന്ത് ചെയ്യുക? സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും സ്വമേധ അവരെ കൊണ്ട് പറ്റുന്നതൊക്കെയും കൊണ്ടുവന്ന് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഒരു അരുളപ്പാട് കൊടുത്തപ്പോൾ ദൈവം അതിനുവേണ്ടി പറഞ്ഞത് ചില പ്രത്യേക ഗ്രൂപ്പിനെയായിരുന്നു. ഔദാര്യമുള്ളവർ, സാമർഥ്യവും ഔദാര്യവുമുള്ളവർ, ഹൃദയത്തിൽ താല്പര്യമുള്ളവർ. സഹോദരിമാരും അതിൻ്റെ അകത്തുണ്ട്, താല്പര്യമുള്ളവർ. പിന്നെ നാം വായിക്കുന്നത് പോലെ അവിടെ നല്ല മനസ്സുള്ളവർ, ജ്ഞാനികളായിരിക്കുന്നവർ, ഇങ്ങനെ എല്ലാം ഓരോ വിഭാഗത്തെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ, പേര് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാം ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു. അവരെ ഏൽപ്പിച്ചിരുന്നത് എന്താണോ അതാണ് അവർ ചെയ്യാൻ വന്നത്. ഇനിയും അടുത്ത കാര്യം വളരെ ശ്രദ്ധിക്കണം. 34-ാമത്തെ വാക്യം, 30 മുതലുള്ള വാക്യങ്ങളിലാണ് ആ ചരിത്രം പറയുന്നത്. എങ്കിൽ ഞാനിങ്ങനെ വായിക്കാം. എന്നാൽ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നോക്കുവിൻ, യഹോവ യഹൂദ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണിയും ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. 34-ാം വാക്യം.
അവൻ്റെ മനസ്സിലും ദാൻ ഗോത്രത്തിൽ അഹിസാമാക്കിൻ്റെ മകനായ ഒഹോലിയാവിൻ്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിപ്പാൻ അവൻ തോന്നിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ ആദ്യം കാണുന്ന രണ്ടുപേരുണ്ട്. ഈ രണ്ടുപേരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ബസലേലിനെയും അതേ തുടർന്ന് ഒഹോലിയാബിനെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവരെ ദൈവം ചില പ്രത്യേക കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അവരെക്കുറിച്ച് നാം വായിക്കുമ്പോൾ അവരെ എന്തിനു വേണ്ടിയാണ് ചെയ്തത്? കൗശലപ്പണി ചെയ്യുവാൻ, മരത്തിൽ പണി രത്നം വെട്ടിപ്പതിപ്പാൻ മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണിയും ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും അറിവും സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവരങ്ങ് ചിന്തിക്കാമെന്ന് വിചാരിക്കുക. മറ്റുള്ളവർ പറയുക, അങ്ങനെ ഇനിയും ഈ ബസലേൽ മാത്രം ചെയ്യണ്ട, ഞങ്ങൾക്കും ഇത് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, ഇതിൻ്റെ പണി മുന്നോട്ട് പോകുകയില്ല. ഒരു പക്ഷേ പണിയാൻ പറ്റുമായിരിക്കാം. എന്നാൽ ബസലേലിൻ്റെ ബുദ്ധി വൈഭവം കൊണ്ടല്ല, ബസലേലിൻ്റെ ജ്ഞാനം കൊണ്ടല്ല ഈ കാര്യങ്ങൾ പണിയുന്നത്. പിന്നെയോ അവിടെ നാം വായിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. അവിടെ അവൻ ദിവ്യാത്മാവിനാൽ, വേഴ്സ് 33, അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ദൈവമക്കളെ, മനസ്സിലാകുമല്ലോ, ഈ ശുശ്രൂഷയ്ക്കു വേണ്ടി ദൈവം ബസലേലിനെ തിരഞ്ഞെടുത്തു. മുകളിൽ നമ്മൾ എത്രയോ കൂട്ടരെ കണ്ടു, അതെല്ലാം കോമൺ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ ബസലേലിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ അവൻ എന്തൊക്കെ കൊടുത്തു? ദിവ്യാത്മാവിനാൽ അറിവ് കൊടുത്തു, സാമർഥ്യം കൊടുത്തു, ബുദ്ധി കൊടുത്തു, ജ്ഞാനം കൊടുത്തു. അത് ദൈവം പ്രത്യേകം കൺസിഡർ ചെയ്തൊരു കാര്യമാണ്. എന്തിനു വേണ്ടിയാ? നിസ്സാരമായൊരു കാര്യമല്ല. രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണിയും ചെയ്യുവാൻ. അത് ചെയ്യണമെങ്കിൽ ഒരു നിസ്സാര വൈഭവം പോരാ, മാനുഷികമായ വൈഭവം പോരാ, അതിന് ദൈവം പ്രത്യേകമായിട്ടൊരു കൃപ നൽകി. പ്രിയപ്പെട്ടവരെ, ഇത് നാം തിരിച്ചറിയണം. സമാഗമന കൂടാരമെന്ന മരുഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ദൈവത്തിൻ്റെ തിരുനിവാസത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഇങ്ങനെയാണ് കാര്യങ്ങളെ ക്രമീകരിച്ചതെങ്കിൽ തൻ്റെ പൊന്നോമന പുത്രൻ്റെ ചങ്കിലെ ചോരയുടെ വിലയായിരിക്കുന്ന ദൈവസഭയെ സംബന്ധിച്ച് യാതൊരു നിബന്ധനകളും ഇല്ലെന്നാണോ കരുതുന്നത്? എങ്ങനെയും ചെയ്യാമെന്നാണോ കരുതുന്നത്? ഒരിക്കലുമല്ല. ദൈവസഭയുടെ മുന്നേറ്റത്തിനും അതിൻ്റെ സൗന്ദര്യത്തിനും ദൈവം കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്ലാനിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇതിൻ്റെ സൗന്ദര്യം ചോർന്നു പോകും, യാതൊരു സംശയവുമില്ല. ഇനി നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ച്, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അവിടുന്ന് പറയണം എന്നുണ്ട്, എന്നാൽ സമയമില്ലല്ലോ. എന്നാൽ 34-ാം വാക്യത്തിൽ അവൻ്റെ മനസ്സിലും ദാൻ ഗോത്രത്തിൽ അഹിസാമിൻ്റെ മകനായ ഒഹോലിയാവിൻ്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിപ്പാൻ അവൻ തോന്നിച്ചിരുന്നു. അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ശ്രദ്ധിച്ച്, ദൈവം ഇവർക്കൊരു പ്രത്യേക കാര്യം കൂടെ ചെയ്തു. ഇത് ചെയ്യുക മാത്രമല്ല, മറ്റുള്ളവരെ പഠിപ്പിക്കാനൂടെ തോന്നിപ്പിച്ചിരുന്നു. അപ്പോൾ അത് ടീച്ചിങ്ങിന് വേണ്ടി ദൈവം പ്രത്യേകം ഒരു അറിവും താലന്തും ആർക്ക് കൊടുത്തു? ബസലേലിനും ഒഹോലിയാവിനും കൊടുത്തു. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷകൾ ഏറ്റവും ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് മരുഭൂമിയുടെ മണ്ണിൽ നിർജ്ജനമായ പ്രദേശത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ശഖേനയുള്ള ആ തിരുനിവാസം അവിടെ വിടരുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ടാണ് യാഗം അവിടെ നടന്നത്. അതുകൊണ്ടാണ് ആത്മീക ശുശ്രൂഷകൾ നടന്നത്. അതുകൊണ്ടാണ് പഴയ നിയമ ഇസ്രയേലിന് ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം ആ നിലയിൽ സാധ്യമായിട്ട് തീർന്നത്. എന്തുകൊണ്ട്? ദൈവം കൊടുത്തിരുന്ന കാര്യങ്ങളെ ഉത്തരവാദിത്വപരമായി ഓരോരുത്തരും ചെയ്തതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, നിസ്സാരമായിട്ട് ഈ വിഷയത്തെ കാണരുത്. ദൈവത്തിൻ്റെ സഭ ഉത്തരവാദിത്വത്തോടുള്ള ബന്ധത്തിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മാത്രം നിർവഹിക്കണം. എല്ലാവർക്കും എല്ലാം ചെയ്യുവാൻ കഴിയുകയില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, എന്നാൽ എല്ലാം ഒന്നും ചെയ്യുവാൻ അല്ല ദൈവം ഏൽപ്പിച്ചത്. ദൈവകൃപ തന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ ദൈവകൃപയ്ക്കനുസരിച്ചും ദൈവകൃപയിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകണം. അപ്പോൾ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭകൾ സൗന്ദര്യ സമ്പൂർണമായിരിക്കുന്ന സഭയായിട്ട് തീരും, യാതൊരു സംശയവുമില്ല. ഇനി ഞാനിത് മനസ്സിലാക്കാൻ പുതിയ നിയമത്തിൽ നിന്ന് ഒരാശയം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം, അതിൻ്റെ
11-ാമത്തെ വാക്യം വളരെ പരിചയമുള്ളൊരു ഭാഗമാണല്ലോ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം. അവിടെ നോക്കുക, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ബൈബിൾ കൈകളിലുള്ള എല്ലാവരും പേനയെടുത്ത് അതിനകത്തിരിക്കുന്ന ആ വാക്ക് ഒന്ന് വട്ടമിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. എത്ര തവണയാണ് ചിലരെ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്? എന്താ ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കാൻ കാര്യം? ദൈവം അവൻ ചിലരെ എന്നുള്ളത് മാറ്റിയിട്ട് അവൻ എല്ലാവരെയും അപ്പോസ്തലന്മാരായി പറയാൻ പറ്റുമോ? ഇല്ല. കർത്താവ് തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരുണ്ട്. അതിനു മീതെ ഒരു അപ്പോസ്തലത്വം ഇല്ല എന്ന് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവരായിരുന്നു ഫൗണ്ടേഷൻ. അവരായിരുന്നു ആദ്യ സഭയുടെ ആത്മീക ശുശ്രൂഷകൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകൾ. ആ വിഷയങ്ങൾ നമുക്കറിയാം. അപ്പോൾ ദൈവം ചിലരെ അപ്പോസ്തലന്മാരായി നിയമിച്ചു. നമ്മൾ പരിഭവപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഞാൻ പറയുക, പറ്റില്ല. അങ്ങനെ ആളുകൾ ഈ കാലഘട്ടങ്ങളിലുണ്ടല്ലോ. അപ്പോസ്തലന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ രംഗപ്രവേശനം ചെയ്യാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആ അപ്പോസ്തലന്മാരെ കൊണ്ട് ദൈവം ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന ശുശ്രൂഷകൾ അപ്പോസ്തലന്മാരെ കൊണ്ട് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ദൈവം അവർക്ക് പ്രത്യേക കൃപ നൽകി. ദൈവം അവർക്ക് പ്രത്യേകമായ അരുളപ്പാട് നൽകി. ദൈവം അവരെ തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും ദൈവസഭയുടെ ആദ്യകാല ശുശ്രൂഷകൾക്ക് വേണ്ടിയും ഉപയോഗിച്ചു. അവരാ ശുശ്രൂഷ ഏറ്റവും കൃത്യമായിട്ട് നിർവഹിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞ ആശയം നോക്കണം. അവൻ ചിലരെ അപ്പോസ്തലന്മാരാക്കി വെച്ചു. ഇനിയും അതേ ചിലരെ എന്ന ആശയം അടുത്തുകൊണ്ടുവന്ന് അവൻ ചിലരെ പ്രവാചകന്മാരാക്കി വെച്ചു. എല്ലാവരും പ്രവാചകന്മാരല്ല. വചനം പറയുന്നവർ എന്ന അർത്ഥത്തിൽ പ്രവാചകന്മാരെന്ന ആ വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റില്ല. എങ്കിലും പ്രവചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എല്ലാവരും പ്രവാചകന്മാരല്ലായിരുന്നു. പ്രവാചകന്മാരായിട്ട് എല്ലാവരെയും കാണുവാൻ കഴിയുകയില്ല. അവൻ ചിലരെ പ്രവാചകന്മാരാക്കി. ഇനി അടുത്ത നോക്കിയേ, എല്ലാവരും സുവിശേഷകന്മാരല്ല. സുവിശേഷം പറയാൻ എല്ലാവരെ കൊണ്ട് സാധിക്കും. സുവിശേഷീകരണം എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ എല്ലാവരും സുവിശേഷകന്മാരല്ല. 2 ദിവസം കഴിയുമ്പോൾ 4 ദിവസം കഴിയുമ്പോൾ എണ്ണപ്പെട്ട് ഓരോരുത്തർ സുവിശേഷകരായിട്ട് വരിക. കർത്താവ് വിളിച്ചതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എല്ലാവരും സുവിശേഷകന്മാരല്ല. ഒരാൾ സുവിശേഷം പറയുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരിക്കലും സുവിശേഷകനായി തീരണമെന്നില്ല. സുവിശേഷം പറയുക എന്നുള്ളത് രക്ഷിക്കപ്പെട്ട, ഞാൻ ഓർപ്പിച്ച പോലെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. സുവിശേഷം പറയുന്നത് കൊണ്ട് സുവിശേഷന്മാരായി തീരുകയില്ല. എന്നാൽ ദൈവം ചിലരെ സുവിശേഷകന്മാരായിട്ട് വിളിച്ചിട്ടുണ്ട്. അവിടെയും ചിലരെ സുവിശേഷകന്മാരായി വിളിച്ചിരിക്കുന്നു. ഇനി അടുത്ത് നോക്കിയേ, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ആരാ ഇടയന്മാർ? ആരെ ഉപദേഷ്ടാക്കന്മാർ? ചേർത്താണല്ലോ പറയുന്നത്. ചിലരെ ആക്കി വെച്ച്. എല്ലാവരും മൂപ്പന്മാരല്ല. എല്ലാവരും ഇടയന്മാരല്ല. ദൈവം ചിലരെ ആക്കി വെച്ചിരിക്കുന്നു. എല്ലാവരും ഉപദേഷ്ടാക്കന്മാരല്ല, ചിലരെ ആക്കി വെച്ചിരിക്കുന്നു. ആ ചിലരെ എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. എന്തിനു വേണ്ടിയാ ഇങ്ങനെ ഒരു കൂട്ടത്തെ സ്വർഗത്തിലെ ദൈവം തൻ്റെ പ്രാദേശിക സഭകൾക്ക് നൽകിയത്? ഈ ദാനങ്ങൾ എന്തിനാ നൽകിയത്? ഒന്ന് നോക്കുക. 12ഉം 13ഉം വാക്യം ഞാനൊന്ന് വായിക്കുമ്പോൾ ആശയം മനസ്സിലാകും. 11 മുതൽ വായിക്കട്ടെ മനസ്സിലാക്കാൻ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നിയമിച്ചിരിക്കുന്നത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. ഏറ്റവും അടിവിലത്തെ ആ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്തിനാണ് അപ്പോസ്തലന്മാർ? എന്തിനായിരുന്നു പ്രവാചകന്മാർ? എന്തിനായിരുന്നു സുവിശേഷകന്മാർ? എന്തിനാണ് ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും? ചിലരെ മാത്രമായിട്ട് ദൈവം എന്തിനാ അങ്ങനെയൊന്ന് തരപ്പെടുത്തിയത്? എന്തുകൊണ്ട് പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ ചിലരെ ദൈവം കൺസിഡർ ചെയ്തത്? അതിൻ്റെ കാരണം അവിടെ നാം വായിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്ക് ആകുന്നു. ഏതാ ക്രിസ്തുവിൻ്റെ ശരീരം?
തലയാകുന്ന ക്രിസ്തുവിൻ്റെ ഉടലാകുന്ന ദൈവസഭ, ഈ ദൈവസഭയുടെ ആത്മീകമായ വർധനവിന്, ആത്മീക വളർച്ചയ്ക്ക്, നമ്മുടെ പഠന വിഷയത്തോടുള്ള ബന്ധത്തിൽ ആ ദൈവസഭയുടെ സൗന്ദര്യത്തിനു വേണ്ടി ദൈവം ചിലർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു. എല്ലാവർക്കുമല്ല, ചിലർക്ക് ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ആത്മീക സത്യം ഞാനും നിങ്ങളും തിരിച്ചറിയണം. വാളെടുക്കുന്നവർ വെളിച്ചപ്പാടെന്ന് പറയുന്നത് പോലെ ആശയത്തിലേക്ക് പോകാതിരിക്കണം. ഞാനും നിങ്ങളും ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഉത്സാഹികളായിട്ട് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഞാൻ ഇത് മനസ്സിലാക്കാനായിട്ട് പഴയ നിയമത്തിൽ നിന്ന് 2 ദൃഷ്ടാന്തം കൂടി ഒന്ന് ചൂണ്ടിക്കാണിക്കാം, ഈ ആശയം ഒന്ന് മനസ്സിലാക്കാൻ. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 13-ന്റെ 8 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്കറിയാം. അവിടെ ശൗല് യാഗം കഴിക്കാൻ പോയ ഒരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദീകരിക്കുന്നില്ല, ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്. 1 ശമൂവേൽ 13-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഞാൻ അവിടേക്ക് പോകാതെ ഒരു കാര്യം മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. 8-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നു. എങ്കിലും ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനവും അവനെ വിട്ട് ചിതറിപ്പോയി. അപ്പോൾ ശൗൽ ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. അടുത്ത വാക്ക്, ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. ശൗൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റു. നീ ചെയ്തത് എന്ത് എന്ന് ശമൂവേൽ ചോദിച്ചു. അതിന് ശൗൽ, ജനം എന്നെ വിട്ട് ചിതറുന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫെലിസ്ത്യർ മിൽക്മാസിൽ കൂടിയിരിക്കുന്നു എന്നും ഞാൻ കണ്ടിട്ട് ഫെലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്നെന്നെ ആക്രമിക്കും, ഞാൻ യഹോവയുടെ കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. അതിന് മറുപടി കൊടുക്കുന്ന വാക്ക് നോക്കിയേ. ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ യിസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല എന്ന് അവിടെ പറയുകയാണ്. ശമൂവേൽ വന്നിട്ട് പറയുക, എന്താ കാരണം? ശമൂവേൽ വരുന്നു എന്തിനു വേണ്ടിയാ? ഈ യാഗം കഴിക്കാൻ. എന്നാൽ ശമൂവേൽ വരാൻ താമസിച്ചു എന്ന് തോന്നിയപ്പോൾ ഈ ശൗൽ എന്ത് ചെയ്തു? യാഗം കഴിക്കാനായിട്ട് ഒരു തീരുമാനമെടുത്തു. യാഗം കഴിച്ചു, ഹോമയാഗം കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യാഗം കഴിച്ചു. അതിനെ സംബന്ധിച്ച് ശമൂവേൽ വന്നിട്ട് പറയാം, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ രാജ്യത്വം ദൈവം സ്ഥിരമാക്കുമായിരുന്നു, പക്ഷേ അത് സ്ഥിരമാക്കുകയില്ല. അതിൻ്റെ കാരണം നീ ചെയ്തത് ഭോഷത്വമാണ്. നീ ചെയ്യുവാൻ പാടില്ലാത്ത കാര്യം നീ ചെയ്തു. നിന്നെ ഏൽപ്പിക്കാത്ത കാര്യമാണ് നീ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെയും പഴയ നിയമത്തിൽ ഉടൻ തന്നെ കൃത്യമായ താക്കീതും ശിക്ഷയും നൽകിയിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി 2 ശമൂവേലിലേക്കൊന്ന് വരാം. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം വളരെ ഭയത്തോടെ കാണേണ്ട ഒരു ഭാഗമാണ്. 6-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വളരെ പരിചയമുള്ളൊരു ഭാഗമാണല്ലോ. അവിടെ ദൈവത്തിൻ്റെ അവർ നാഖോൻ്റെ കളത്തിങ്കൽ എത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ്സ കൈ നീട്ടി ദൈവത്തിൻ്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവൻ്റെ അവിവേക നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ അടുക്കൽ വെച്ച് മരിച്ചു. ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ദാവീദ് വളരെ ആർഭാടത്തോടെ കൊണ്ടുവരുന്നതാണ് ഇവിടുത്തെ ചിത്രം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ നിയമപ്പെട്ടകത്തിൻ്റെ മുമ്പിലായിട്ട് നടന്നു വരുന്ന 2 പേരെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഉസ്സയും അഹ്യോവും ആ പുതിയ വണ്ടി തെളിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അവർ നടന്നു വരുമ്പോൾ നാഖോൻ്റെ കളത്തിങ്കൽ എത്തിയപ്പോൾ കാള വിരണ്ടപ്പോൾ ഉസ്സ ആ നിയമപ്പെട്ടകത്തെ പിടിച്ചു. ഞാൻ പലപ്പോഴും എൻ്റെ ചിന്ത അവിടെ വന്ന് ഉടക്കാറുണ്ട്. അതിൻ്റെ കാരണം ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഞാനും തീർച്ചയായിട്ടും ആ പെട്ടകം താഴെ പോകാതിരിക്കാൻ പിടിക്കും. അതൊരു മാനുഷികമായ കാര്യമാണ്. ഒരു തെറ്റും പറയാനായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെയും സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ പെട്ടെന്ന്
അതിന് സഡൻ ആക്ഷൻ എന്ന നിലയിൽ നമ്മൾ അതിൻ്റെ തിക്താനുഭവം നോക്കാതെ പിടിക്കാൻ സാധ്യതയുണ്ട്. എന്തിന് ഒരുപക്ഷെ ഒരു ലൈൻ പൊട്ടിക്കിടന്നാൽ പോലും നമ്മൾ അത്ര വിചാരിക്കാതെ ലൈംഗവ്യെ പോലും കയറി പിടിക്കാനുള്ള ഒരു വ്യഗ്രത കാണിക്കും. അത് മനുഷ്യ സഹജമാണ്. ഇവിടെ ഈ മനുഷ്യൻ ചെയ്തത്, ഉസ്സ ചെയ്തത് ഒരു തെറ്റാണെന്ന് ഈ പിടിച്ചു എന്ന കാരണത്താൽ എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. ഞാനാണെങ്കിലും അത് പിടിക്കും. കാരണം കാള വിരണ്ടു, നിയമപ്പെട്ടകം മറിയുവാൻ പോകുന്നു, അത് താഴെ വീഴാതിരിക്കുവാൻ അത്തെ കയറി പിടിക്കും. പക്ഷേ ചോദിക്കട്ടെ, ഉസ്സ ഈ പെട്ടകം പിടിച്ചപ്പോൾ യഹോവയുടെ കോപം ഉസ്സയ്ക്ക് നേരെ ജ്വലിച്ചത് എന്തുകൊണ്ടാണ് ഉസ്സയെ ദൈവം ന്യായം വിധിച്ചത്? ന്യായം വിധിച്ചതിൻ്റെ കാരണം അവൻ പിടിച്ചു എന്നുള്ളതല്ല. ഇവിടെ പിടിച്ചത് ആണ് സംഭവമെങ്കിലും പിടിച്ചതിൻ്റെ ഒരു കാരണം പറയുന്നത്, ഈ ഉസ്സയുടെ ചരിത്രം പരിശോധിച്ചാൽ ഉസ്സ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു ലേവ്യനാണ്. ആ മനുഷ്യനെ സംബന്ധിച്ച് നിയമപ്പെട്ടകം എങ്ങനെ കൊണ്ടുവരണമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. ഇവരുടെയൊക്കെയും മുതുകിൽ വെച്ചുകൊണ്ട് വരേണ്ടിയ, തോളിലെടുത്തുകൊണ്ട് വരേണ്ടിയതാണ് ഈ നിയമപ്പെട്ടകം. അതിനെ സംബന്ധിച്ചുള്ള ഉപദേശം വ്യക്തമായിട്ടറിയാം. ആ ശുശ്രൂഷ ചെയ്യേണ്ടിയ ആളുകളാണ് ഇവരെല്ലാവരും. പക്ഷേ ദാവീദ് ഇതിനെ കാളവണ്ടിയിൽ കയറ്റിയപ്പോൾ അരുത്, ഇതിങ്ങനെ കൊണ്ടുപോകേണ്ടതല്ല എന്ന് പറയുവാൻ ഉസ്സയ്ക്ക് മനസ്സില്ലായിരുന്നു. ഉസ്സ മരിച്ചു പോയതിൻ്റെ കാരണം എന്താ? ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ ശാസിക്കുകയോ അതിനെ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യാതെ അതിൻ്റെ മുന്നിൽ നിന്ന് അതിനെ തെളിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ ഭയത്തോടെ കാണണം. ദൈവസഭകൾക്കിടയിൽ സംഭവിക്കുന്ന അനേക കാര്യങ്ങൾ കാണുമ്പോൾ കണ്ണടച്ചു പോകുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിൽ കാണുന്നുണ്ട്. എന്നാൽ ദൈവസഭയ്ക്കും ദൈവവചനത്തിനും ഭൂഷണമല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അത് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ, അതിനെതിരെ ശാസിക്കുവാൻ ഞാനും നിങ്ങളും മനസ്സ് കാണിക്കുന്നില്ല എന്ന് വരികയിൽ അത് ഞാനും നിങ്ങളും കണക്ക് കൊടുക്കേണ്ട വിഷയമാണ്. ഇവിടെ ഉസ്സ ചെയ്തത് ദാവീദിനോട് പറഞ്ഞു കൊടുത്തില്ല. ദാവീദ് അതിനേക്കാൾ അല്പമായിട്ട് ചിന്തിച്ചു, ഫെലിസ്തീന് കൊണ്ടുവരുന്നത് എത്ര ആർഭാടമായിട്ടാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കും കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരണം? അവർ കൊണ്ടുവരുന്നതിനേക്കാൾ മേത്രമായിട്ട് കൊണ്ടുവരണം. അതിന് ദാവീദ് ചെയ്ത കാര്യം കൂടെ ശ്രദ്ധിച്ചേ. 6-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ദാവീദ് ഇസ്രായേലിൽ നിന്നും സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി. എന്തിനു വേണ്ടി? വിരുദ്ധന്മാർ പോയി. എന്തിനാ പോയത്? ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം കൊണ്ടുവരാൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊരു വിരുദ്ധനെയും വേണ്ട. നമ്മുടെ മാനുഷിക ചിന്തയിലുള്ള കരുത്തന്മാരെ വേണ്ട. വിരുദ്ധന്മാരെ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ട. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ദൈവം അടിസ്ഥാനപരമായ പ്രമാണം വെച്ചിട്ടുണ്ട്. ആ പ്രമാണം ദൈവത്തിൻ്റെ വചനമാണ്. ആ പ്രമാണത്തിനപ്പുറത്ത് എത്ര വലിയ വ്യക്തിയായിക്കൊള്ളട്ടെ, അത് ദാവീദ് എന്ന രാജാവായിക്കൊള്ളട്ടെ, ഇനിയും ശമൂവേൽ എന്ന് പറയുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, ശൗൽ എന്ന് പറയുന്ന രാജാവായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവർ ചെയ്തതിനെ അംഗീകരിക്കുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു ആത്മീക സത്യം, ഉസ്സ പിടിച്ചതിൻ്റെ കാരണം, ഉസ്സ ആ ആത്മീക സത്യവും അതിൻ്റെ പിന്നിലുള്ള വചനവും ഉത്തരവാദിത്വവും അറിയാമായിരുന്ന വ്യക്തിയായിട്ടും ദാവീദിന് പെർമിഷൻ കൊടുത്തു. ദാവീദ് കാളവണ്ടിയിൽ കയറ്റിയപ്പോൾ അതിൻ്റെ മുന്നിൽ ഉസ്സ നടക്കുവാൻ ഇടയായിട്ട് തീർന്നത് കൊണ്ട് ഉസ്സ മരിച്ചു. ഇത് ദാവീദ് ദൈവത്തെ ഭയപ്പെടുന്നതിനൊരു കാരണമായി തീർന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒന്നൊരു ആശയം പറഞ്ഞിട്ട് മുന്നോട്ട് പോരട്ടെ. ഞാനും നിങ്ങളും ദൈവത്തെ ഭയപ്പെടുന്നതിന് കാരണം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന ന്യായവിധിയായി തീരരുത്. വളരെ ഭയത്തോടെ ഞാൻ പറയാം, ദൈവസഭകളിൽ കളിച്ചിട്ട്, ദൈവസഭകളിൽ വഴക്കുണ്ടാക്കിയിട്ട്, ദൈവസഭകളുടെ പ്രമാണങ്ങൾക്ക് വിധേയപ്പെടാതെ അതിനെതിരെ പ്രവർത്തിച്ചിട്ട് ഏറ്റുവാങ്ങുന്ന ന്യായവിധിക്ക് വേണ്ടി ആരും ഓടരുത്. വളരെ ഭയപ്പെടണം. ദൈവസഭയോട് കളിക്കരുത്. ദൈവത്തിൻ്റെ സഭയെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി, സഭയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി എന്നെ ദൈവമേൽപ്പിച്ചിരിക്കുന്നത് മാത്രം ചെയ്ത് ദൈവസഭയിൽ നിൽക്കുക. അത് സൗന്ദര്യമുള്ള ദൈവസഭയായിട്ട് തീരും. അതിനുവേണ്ടി ഞാനും നിങ്ങളും മനസ്സ് കാണിക്കണം എന്നുള്ളത് നാം ഓർക്കണം. ഇവിടെ ആ ഉസ്സ മരിച്ചു പോയതിനെ സംബന്ധിച്ച് പറയുന്ന ഒരു വാക്ക് നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ. 8-ാമത്തെ വാക്യത്തിൽ മുകളിലേക്ക് വരുമ്പോൾ വായിക്കുന്നു, അവൻ 7-ാം വാക്യത്തിൽ അവൻ്റെ അവിവേകം നിമിത്തം എന്നാണ് വായിച്ചത്. ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. എന്തായിരുന്നു അവൻ ചെയ്ത അവിവേകം? ആ അവിവേകമാണ് അവനത്തെ പിടിക്കാൻ പാടില്ലായിരുന്നു. അവൻ പിടിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ അവന് പിടിക്കാം, അവൻ്റെ തോളിൽ വേണമെങ്കിലും വെക്കാമായിരുന്നു. പക്ഷേ ഈ ചെയ്ത പ്രവൃത്തി, ഈ ദാവീദിൻ്റെ മുമ്പാകെ ഇവൻ ഇതിന് വഴിതെളിച്ച് കാളവണ്ടിയിൽ കയറ്റുവാൻ ദാവീദ് മുതിർന്നപ്പോൾ ദാവീദിനോട് പോലും പറഞ്ഞില്ല, മോനെ ദാവീദേ, രാജാവേ, അങ്ങനെ ചെയ്യരുത്, അത് പ്രമാണമില്ല, അത് ദൈവം ശിക്ഷിക്കുമെന്ന് പറഞ്ഞില്ല.
പ്രിയപ്പെട്ടവരെ, നാം എത്രത്തോളം ഭയത്തോടെ വേണം ഈ കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാൻ, എത്രത്തോളം ഭയത്തോടെ വേണം ഞാനും നിങ്ങളും ഈ ആത്മീക ശുശ്രൂഷകളിൽ മുൻപോട്ട് പോകുവാൻ. അങ്ങനെയാണ് എന്ന് വരികിൽ പുതിയ നിയമ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ കൃത്യത പാലിക്കുവാൻ, ദൈവമേൽപ്പിച്ചത് മാത്രം ചെയ്യുവാൻ നമുക്കിടയായിട്ട് തീരണം. ഞാൻ ഇതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരുവാൻ ഇനിയും ഇതിനെ ഒന്ന് ഡിവിഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. എങ്കിൽ മാത്രമേ അതിൻ്റെ ആശയം ഒന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവസഭയിൽ എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ഉത്തരവാദിത്തങ്ങളില്ലാത്ത ഒരു വ്യക്തി, ഞാൻ കൃപാവരങ്ങളല്ല പറയുന്നത്, ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്ത ആരും ദൈവസഭകളിൽ ഇല്ല. എല്ലാവർക്കും വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ സഭയോടുള്ള ബന്ധത്തിലുണ്ട്. ഇനി അവിടെ തന്നെ ദൈവം കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് കൃപാവരങ്ങൾ നൽകിയത്? ദൈവസഭയുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി. ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി ദൈവം കൃപാവരം എല്ലാവർക്കും എല്ലാം നൽകിയിട്ടില്ല. കൃപാവരം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായ കൃപാവരമാണ് കൊടുത്തത്. ഞാൻ ഓർപ്പിച്ച പോലെ കൊരിന്ത്യ സഭയിൽ ഉള്ള ആളുകളെ സംബന്ധിച്ച് നാം വായിക്കുന്നു, നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു എന്നായിരുന്നല്ലോ നാം 1-ാം അധ്യായത്തിൽ വായിച്ചത്. കൊരിന്ത്യ സഭയുടെ പ്രത്യേകത എന്തായിരുന്നു? എല്ലാ തരത്തിലുമുള്ള കൃപാവരങ്ങൾ ഉള്ള വ്യക്തികളായിരുന്നു കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നത്. ഭാഷാവരമുള്ളവരുണ്ട്, വ്യാഖ്യാനിക്കുവാൻ വരമുള്ളവരുണ്ട്, ഉപദേശത്തിൽ വരമുള്ളവരുണ്ട്. കൃപാവരം ഏതൊക്കെ നിലകളിൽ നൽകപ്പെട്ടുവോ അതെല്ലാം കൊടുത്തിരുന്ന ആളുകളുണ്ടായിരുന്നു. എന്നാൽ അവരതിനെ ആകമാനം തെറ്റായ നിലകളിലേക്ക് കൊണ്ടുപോയി അതിൽ ഏറ്റവും നാശകരമായ ഒരു അവസ്ഥയിൽ എത്തിച്ചു. അതാണ് അതിൻ്റെ ഒടുവിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവസഭകളിൽ ദൈവം കൃപാവരങ്ങളും നൽകിയിട്ടുണ്ട്. ആ കൃപാവരം എന്തിനു വേണ്ടിയാ? ഈ ദൈവസഭയുടെ സൗന്ദര്യത്തിന് വേണ്ടിയാണ്, അതിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ്. അപ്പോൾ ഉത്തരവാദിത്തങ്ങളും കൃപാവരങ്ങളും ഉള്ളത് കൃത്യതയോടെ ചെയ്യണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് പ്രസംഗിക്കുവാനായിട്ട് കൃപാവരം ഇല്ല എന്നങ്ങ് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? അത് ചെയ്യാൻ പാടില്ല. നമ്മുടെയൊക്കെ സഭകളിൽ ശ്രദ്ധിച്ചിട്ടില്ലയോ, നമ്മൾ പലപ്പോഴും ഈ അവസരങ്ങൾ കൊടുക്കാറുണ്ട്. തലമുറകൾക്കൊക്കെ അവസരം കൊടുക്കുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, അവസരം കൊടുക്കണം. എന്നാൽ സഭകളിലുള്ള തലമുറകൾക്ക് അവസരം കൊടുക്കുക, അല്ലെങ്കിൽ വരുന്ന ഒരാൾക്ക് ഒരു അവസരം കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊരു പരിധി വരെ പറഞ്ഞാൽ ഒരു വശത്ത് നല്ലതാണെങ്കിലും സഭയോടുള്ള ബന്ധത്തിൽ കൃപാവരമില്ലാത്ത ഒരാളെ നമ്മളൊരു ശുശ്രൂഷ പരമേൽപ്പിക്കുക. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായെന്ന് വിശ്വസിക്കുക. കൃപാവരമില്ലാത്ത ഒരാളെ ശുശ്രൂഷ പരമേൽപ്പിക്കുക, അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കൃപാവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ശുശ്രൂഷ നിർവഹിക്കുവാൻ. ദൈവം ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന കൃപാവരം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതുപയോഗിക്കുമ്പോഴാണ് സഭകൾക്ക് അതുകൊണ്ട് ആത്മീക വർധനവ് ഉണ്ടാകുന്നത്. ഇത് നാം കുറിക്കൊള്ളേണ്ട വസ്തുതയാണ്. അങ്ങനെയെങ്കിൽ കൃപാവരമില്ലാത്ത ഒരു വിഷയം ചെയ്യുവാൻ ഞാൻ മുതിരുവാൻ പാടില്ല. എനിക്കൊരു വിഷയത്തിന് മേൽ കൃപാവരം ഇല്ല എന്ന് തോന്നിയാൽ ആ കാര്യത്തിന് ഞാൻ ഇടപെടാതിരിക്കുക. കൃപാവരം ഇല്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ. ഞാൻ ഓർപ്പിച്ച പോലെ ദൈവം ചിലർക്ക് പ്രത്യേക കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടെങ്കിലും ദൈവം ചില കൃപാവരങ്ങൾ എല്ലാവരിലും നൽകിയിട്ടുണ്ട്. ആ കൃപാവരം തിരിച്ചറിയുക. ആ കൃപാവരത്തെ തിരിച്ചറിഞ്ഞിട്ട് വേണം ആ കൃപാവരത്തെ പ്രയോജനപ്പെടുത്തുവാൻ. അപ്പോഴാണ് നാം ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രാദേശിക സഭകൾ സൗന്ദര്യമുള്ള, പ്രയോജനമുള്ള, ഫലപുഷ്ടിയുള്ള ദൈവസഭകളായിട്ട് തീരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ 2 നിലകളിൽ അതുമാത്രം പറയുവാനേ കഴിയുകയുള്ളൂ. 2 നിലകളിൽ ഈ ആശയത്തെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറയാം. ഒന്ന്, മൂപ്പന്മാരെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. അവരാണ് സഭയിലെ ഇടയന്മാർ എന്ന് പറയുന്നത്. അവരെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് ഈ ദൈവസഭയുടെ പരിപാലനത്തിന് വേണ്ടിയാണ്. അവരെ എല്ലാം അംഗീകരിക്കുക. ആ ദൈവമാക്കി വെച്ചിരിക്കുന്ന എൽഡേഴ്സ് അവർ ദൈവസഭയെ പരിപാലിക്കുന്നവരാണ്. അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, വ്യത്യസ്തമായ വചനം പറയുന്ന ഉത്തരവാദിത്തങ്ങൾ. ബാക്കിയുള്ളവരെല്ലാം ദൈവസഭയിലുള്ള ആടുകളാണ്. ആടുകളാവുമ്പോൾ ആടുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ 2 ഉത്തരവാദിത്തങ്ങൾ വിശദീകരിക്കാനായിട്ട് കഴിയുകയില്ല, എൻ്റെ സമയം കഴിഞ്ഞു. ഈ 2 ഉത്തരവാദിത്തങ്ങൾ കുറഞ്ഞത് ഞാൻ നിങ്ങൾ പരിശോധിക്കണം. എന്താണ് ആടുകളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നതിന് മുമ്പേ ഞാൻ 1-2 ആശയങ്ങൾ ഇടയൻ്റെ ഉത്തരവാദിത്വം പറഞ്ഞ് മുമ്പോട്ട് പോകാം. സഖരിയ പ്രവചനം 11-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളിൽ ഒരു തുമ്പുകെട്ട ഇടയനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ആ ഇടയനെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം ഇടയൻ ചെയ്യേണ്ടിയ കാര്യം ചെയ്തില്ല എന്നുള്ളതിനോട് അർത്ഥത്തിലാണ്. ആ ആശയം മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ, കോണ്ടക്സ്റ്റ് വേറെയാണെങ്കിലും ഞാൻ
ഞാൻ ആശയം മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ എടുക്കുകയാണ്. 11-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. എന്നാൽ യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഇനി ഒരു തുമ്പുകെട്ട ഇടയൻ്റെ കോപ്പെടുത്തുകൊള്ളുക. ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും. അവൻ കാണാതെ പോയവയെ നോക്കുകയോ ചിതറിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ പൊറുപ്പിക്കുകയോ ദീനമില്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ തടിച്ചവയുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളയുകയും ചെയ്യും. ഇവിടെ ഈ ഇടയൻ ചെയ്യാത്ത ഒരു കാര്യമാണ് പറഞ്ഞത്. തുമ്പുകെട്ട ഇടയൻ എഴുന്നേറ്റ് വരും, അവൻ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. പക്ഷേ അതിൻ്റെ മറ്റൊരു വശം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇടയൻ ചെയ്യേണ്ടിയ കാര്യം എന്താ? ഇടയൻ്റെ ഉത്തരവാദിത്വം ഇടയനെ സംബന്ധിച്ചിട്ട് പറയുകയാണ്. ഇടയൻ എന്തൊക്കെ ചെയ്യണം? കാണാതെ പോയിട്ടുണ്ട് കണ്ടെടുക്കണം, നോക്കണം, ചിതറിപ്പോയവയെ അന്വേഷിക്കണം, മുറിവേറ്റവയെ പൊറുപ്പിക്കണം, ദീനമില്ലാത്തവയെ പോറ്റണം, തടിച്ചവയുടെ മാംസം തിന്നാനും കുളമ്പുകളെ കീറിക്കളയുകയും ചെയ്യുന്നവനെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതൊന്നും ചെയ്യാനായിട്ട് പാടില്ലാത്ത എന്ന് പറഞ്ഞാൽ ഇടയൻ്റെ ഉത്തരവാദിത്വം ആടിനെ വളരെ കൃത്യമായി പരിപാലിക്കുക. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ആടിന് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കണം, ആടിൻ്റെ ശാരീരിക അവസ്ഥ നോക്കണം, ആടിൻ്റെ മാനസികാവസ്ഥ നോക്കണം. ആട് ഒരു നിലയിലും നഷ്ടപ്പെടാതിരിക്കുവാൻ ആടിനെ വളരെ സൂക്ഷിക്കണം. ഞാൻ ദുഃഖത്തോടെ പറയാം, ഈ കാലഘട്ടങ്ങളിൽ ദൈവസഭകൾക്ക് ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം ദൈവസഭാ പരിപാലനത്തിൽ ദൈവം ആക്കി വയ്ക്കാത്ത എൽഡേഴ്സുമുണ്ട്. എന്നാൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആടുകളെ നോക്കേണ്ടതുപോലെ നോക്കുന്നില്ല എന്നുള്ളതാണ്. ആടുകളെ തിരിഞ്ഞു നോക്കുവാൻ മനസ്സില്ല എന്നുള്ളതാണ്. ഇതൊരു വലിയ ദോഷമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാനത് വിശദീകരിക്കാൻ പോയ സമയം ആടുമായിട്ട് എന്തിനാ ഉപമിച്ചിരിക്കുന്നത്? വിശ്വാസികളെ, ദൈവസഭയെ, നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തമ്മിൽ എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിലും സഭയുമായിട്ടുള്ള ബന്ധത്തിലും ഈ ആടും ഇടയനും എന്ന ബന്ധം സൂചിപ്പിച്ചിരിക്കുന്നത്? അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ആടിനെ ഇടയൻ ഒരു ദിവസം പോലും നോക്കാതിരിക്കാൻ പറ്റില്ല. നോക്കിയില്ലെങ്കിൽ ഈ സാധനം ചത്തുപോകും. ഇതിനെന്തെങ്കിലും ദോഷം വരും, പെട്ടെന്ന് രോഗം വരും, പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുള്ളൊരു ജീവിയാണ് ആടെന്ന് പറയുന്നത്. അത്രമേൽ ബലഹീന ജീവിയാണ്. അതുകൊണ്ട് ആടുമായിട്ട് ഉപമിച്ചിരിക്കുക. ഏതൊരു ദൈവസഭയിലും ദൈവമാക്കിയിരിക്കുന്ന എൽഡേഴ്സിൻ്റെ ഉത്തരവാദിത്വം ആടുകളെ കൃത്യമായി പരിപാലിക്കുക എന്നുള്ളതാണ്. ഈ കാലഘട്ടങ്ങളിൽ ഏതൊക്കെ മാധ്യമങ്ങളുണ്ട് നമുക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ, അവരുടെ അടുക്കൽ ഓടി ചെല്ലേണ്ടതാണ്. എന്നാൽ ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ കൃത്യമായ നിലയിൽ അവരുമായിട്ട് സംസാരിച്ച് അവരുടെ അവസ്ഥകൾ അറിയുവാൻ ഇടയായിട്ട് തീരണം. ഇനിയും ധാരാളം കാര്യങ്ങൾ പിന്നെയും ചിന്തിക്കാനായിട്ടുണ്ട്. എസെക്കിയേൽ പ്രവചനം 34-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് കാണാനായിട്ട് കഴിയും. തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ആടുകളെ മേയ്ക്കേണ്ട ഉത്തരവാദിത്വം എൽഡേഴ്സിന് കൊടുക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 5:14 നാം വായിക്കുന്നു, ബലഹീനരെ ശക്തിപ്പെടുത്തണം എന്ന് വായിക്കാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങളുണ്ട്. എനിക്ക് അവിടേക്ക് പോകാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ദൈവമാക്കിയിരിക്കുന്ന എൽഡേഴ്സ്, ഇടയന്മാർ ആടുകളെ കൃത്യമായിട്ട് പരിപാലിക്കണം, അന്വേഷിക്കണം, ഭക്ഷണം കൊടുക്കണം, ശാരീരികമായ അവസ്ഥകളെ മനസ്സിലാക്കണം, അവരുടെ എല്ലാ തലങ്ങളെയും പരിശോധിച്ചു വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. എങ്കിൽ മാത്രമേ അവരുടെ ഉത്തരവാദിത്വത്തിൽ അവർക്ക് നിവൃത്തി വരുത്തുവാൻ കഴിയുകയുള്ളൂ. ഇനിയും ഒരു വാക്കൂടെ പറയാം. എത്രയൊക്കെ ചെയ്താലും പരാതികളല്ലാതെ മറ്റൊന്നും കിട്ടുകയില്ല. ഇത് 100% സത്യമാണ്. പരാതികളും പരിഭവങ്ങളും ആടെപ്പോഴും പറഞ്ഞു പഠിക്കുക. ആടിനാകെ അറിയാവുന്നത് ഇപ്പോൾ ഒരു വിശപ്പ് വന്നാൽ ഉടനെ കിടന്ന് അലയ്ക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ആടെപ്പോഴും നല്ലത് മാത്രം ഭക്ഷിച്ച് നല്ല കിളുമ്പ് മാത്രം തിന്ന് മുന്നോട്ട് പോകുന്ന ഒരു ജീവിയാണ്. ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലും സഹിക്കാൻ വയ്യാതെ അതിന് മധ്യത്തിൽ ഇടയനെ കണ്ടില്ലെങ്കിൽ നിലവിളിക്കുന്ന ഒരു ജീവിയാണ്. അങ്ങനെ മാത്രം സങ്കല്പിച്ചാൽ മതി. ഈ പരാതികളും പരിഭവങ്ങളും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ അവർ ജീവൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രതിഫലങ്ങളെ നൽകുന്ന സമയത്ത് കിരീടങ്ങളെ വിഭാവനം ചെയ്യുമ്പോൾ ഒരു കൂട്ടം മാറ്റിവെച്ചിരിക്കുക. എന്തിനു വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്? അത് എൽഡേഴ്സിനുള്ളതാണ്. ആ റിവാർഡെന്ന് പറയുന്നത് ദൈവസഭയെ കൃത്യമായി പരിപാലിച്ച, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവമാക്കിയ ഉത്തരവാദിത്വം കൃത്യതയോടെ നിർവഹിച്ച എൽഡേഴ്സിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നതാണ്. ദൈവമക്കളെ, ഈ ചിന്ത നമ്മെ ഭരിക്കട്ടെ. ഇടയൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം. ഇനിയും 2 മിനിറ്റ് കൊണ്ട് ഞാൻ ആടുകളോടുള്ള ബന്ധത്തിലും
ഒന്ന് രണ്ടാശയം പറയാം. ആടുകൾക്ക് ധാരാളം ഉത്തരവാദിത്തമുണ്ട്. എനിക്കെല്ലാം അത് സൂചിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? ആടുകളോടുള്ള ബന്ധത്തിലുള്ള ഉത്തരവാദിത്തം അത് ഓരോ വിശ്വാസിയും നിർവഹിക്കണം. അത് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായം, വിശദീകരിക്കാൻ സമയമില്ലെങ്കിലും നിങ്ങളുടെ ധ്യാനത്തിന് വേണ്ടി ഞാൻ ആ ഭാഗം തന്ന് അവസാനിപ്പിക്കാം. 3-ാം അധ്യായം ഇന്ന് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് വായിക്കുക. 3-ാം അധ്യായത്തിൽ നെഹമ്യാവ് മതിൽ പണിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടം കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം 32 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഏകദേശം 32 വാക്യങ്ങളിൽ 37 തവണ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, അറ്റകുറ്റം തീർത്തു എന്നുള്ളതാണ്. എന്നാൽ 7 തവണ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, പണിതു എന്നുള്ളതാണ്. നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണല്ലോ. ഒരു അസൈൻമെൻറ്റ് എന്ന നിലയിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ ഭവനത്തിൽ ചെന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ ഭവനത്തിലിരുന്ന് നിങ്ങൾ ഈ 3-ാം അധ്യായം വായിച്ച് ഈ പണിതു എന്നുള്ളതും അറ്റകുറ്റം തീർത്തു എന്നുള്ളതും ഒന്ന് അടിവരയിടുക. 7 തവണ പണിതു എന്നും 37 തവണ അറ്റകുറ്റം തീർത്തു എന്നും പറഞ്ഞിട്ടുണ്ട്. ആ അറ്റകുറ്റം തീർത്ത വിഷയം പറയുന്നത് ഇങ്ങനെയാണ്. 4-ാം വാക്യം മുതൽ, അവരുടെ അപ്പുറം ഹക്കോസിൻ്റെ മകനായ ഊരിയാമിൻ്റെ മകൻ മെരേമോത്ത് അറ്റകുറ്റം തീർത്തു. അടുത്തത് നോക്കുക, അവരുടെ അപ്പുറം മെസേസേബേലിൻ്റെ മകനായ ബെരേക്യാമിൻ്റെ മകൻ മെഷുല്ലാം അറ്റകുറ്റം തീർത്തു. ഇതിങ്ങനെ പറഞ്ഞു പോവുകയാണ്. എന്നെ ഇവിടെ ചിന്തിപ്പിച്ച ഒരു കാര്യം, എല്ലാം ഒന്നും ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അവരെങ്ങനെ ചെയ്തത്? അറ്റകുറ്റം തീർത്തു എന്ന് പറഞ്ഞാൽ ദ ബിൽഡ് ആൻഡ് ദ റിപ്പയർഡ്. ഒരു കൂട്ടം ആളുകൾ ബിൽഡ് ചെയ്തു, പണിതു. അവരെ ദൈവം ഏൽപ്പിച്ചത് പണിയാനായിരുന്നു. അവരത് പണിതു. മറ്റുള്ളവർ പണിയാനല്ല പോയത്. ഒരാൾ ചെയ്തത് അടുത്തയാൾ ഫിനിഷ് ചെയ്യാൻ പോയി. ഓരോരുത്തർ ചെയ്തതിൻ്റെ ബാക്കി ചെയ്തു. അങ്ങനെ ചെയ്തപ്പോഴാണ് ഈ മതിലിൻ്റെ പണി തീർന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും പണിയാൻ പോയാൽ പണി തീരുകയില്ല. ദൈവം പണിയാൻ, ബിൽഡ് ചെയ്യുവാൻ ചിലരെ ആക്കി വെച്ചിട്ടുണ്ട്. ചിലരെ അതിനെ അറ്റകുറ്റം തീർപ്പാനായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. മുന്നോട്ട് പോകാൻ കഴിയുകയില്ലല്ലോ. ഞാൻ അവസാനിപ്പിക്കട്ടെ. വി ഓൾ ഹാവ് അവർ ഓൺ റെസ്പോൺസിബിലിറ്റീസ് ഇൻ അവർ ലോക്കൽ അസംബ്ലീസ്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാദേശിക സഭകളിൽ എനിക്കും നിങ്ങൾക്കുമുള്ള ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിയുക. ആ ഉത്തരവാദിത്തങ്ങൾ ഞാനും നിങ്ങളും നിർവഹിക്കുമ്പോൾ ദൈവസഭ സൗന്ദര്യമുള്ള ദൈവസഭയായിട്ട് തീരും. അത് ലോകത്തിന് കാണുവാൻ കഴിയും. അത് മനുഷ്യർക്ക് വീക്ഷിക്കുവാൻ കഴിയും. ആന്തരികമായ വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നതെങ്കിലും അത് ബാഹ്യമായിട്ട് പ്രകടമാകുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൽ, ഭാര്യാഭർത്തൃബന്ധത്തിൽ എപ്രകാരം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടുന്നുവോ അതുപോലെ ഓരോന്നിൻ്റെയും അറ്റകുറ്റം തീർത്തും പരിഹരിച്ചും നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ പോകുന്ന പക്ഷം നമ്മളുടെയൊക്കെയും ദൈവസഭകൾ സൗന്ദര്യമുള്ള ദൈവസഭയായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, ഞാനൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് വരുന്നത് വരെയും ആ ഓരോ ദേശത്തും ദൈവം ആരംഭിച്ചിരിക്കുന്ന, പിതാക്കന്മാരാൽ ആരംഭിച്ചു വച്ചിരിക്കുന്ന ആ നിലവിളക്കിൻ്റെ ഭംഗി ചോർന്നു പോകാതെ, ആ നിലവിളക്ക് കരിന്തിരികത്താതെ, ആ നിലവിളക്കിൽ വേണ്ടുന്ന ഒലിവ് ഓയിൽ ഒഴിച്ചുകൊണ്ട് നമുക്ക് തിരി കത്തുവാൻ, കൂടുതൽ ശോഭയുള്ളതാകുവാൻ നമുക്കതിൻ്റെ പിന്നിൽ വളരെ അധ്വാനിക്കാം. നമ്മെ കൊണ്ട് എന്താണോ ചെയ്യുവാൻ കഴിയുന്നത് അത് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. അങ്ങനെ കർത്താവിൻ്റെ നാമം ഉയരുവാൻ, സാക്ഷ്യം പുലർത്തുവാൻ ഇടയായിട്ട് തീരട്ടെ. ദൈവസഭയുടെ സൗന്ദര്യത്തിൽ ഒന്നാമത് നാം കണ്ടത് സ്നേഹമെന്ന വിഷയമായിരുന്നു. രണ്ടാമത് കണ്ടത് വിശുദ്ധി എന്ന വിഷയമായിരുന്നു. മൂന്നാമത് നാം കണ്ടത് അവർ തമ്മിലുള്ള യൂണിറ്റി എന്ന വിഷയമായിരുന്നു, ഐക്യതയായിരുന്നു. നാലാമത് നാം ചിന്തിച്ച വിഷയം അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അഥവാ ഉത്തരവാദിത്വം എന്നുള്ളതാണ്. ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം കൃത്യതയോടെ നിർവഹിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി കർത്താവിൻ്റെ വരവ് വരുവാൻ താമസിച്ചാൽ അതുവരെയും നമുക്ക് നിലനിൽക്കാം. നമ്മുടെ മരണം സംഭവിക്കുന്നെങ്കിൽ അതിനു മുമ്പേ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തീകരിപ്പാൻ സ്വർഗം നമുക്ക് കൃപ നൽകി സഹായിക്കട്ടെ. ഈ വചന കേൾവിയും പഠനവും എല്ലാവർക്കും അനുഗ്രഹമായിട്ട് ഭവിക്കട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.